നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. മരീചി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വരാഹിയമ്മ മഹാവിഷ്ണുവിൻ്റെ വിവിധ ഗുണങ്ങളുള്ള മഹാശക്തിയാണ്. പന്നിയുടെ മുഖവും മനുഷ്യൻ്റെ ശരീരവുമാണ് വരാഹി ദേവിയുടെ രൂപം. തന്നെ വിശ്വസിച്ച് തൻ്റെ അടുത്ത് ശരണം പ്രാപിക്കുന്ന ഏതൊരു ഭക്തനെയും ദേവി കാത്തു സംരക്ഷിച്ചു കൊള്ളുന്നതാണ്. വരാഹി ദേവിയുടെ കയ്യിലുള്ള വാളും കലപ്പയും അത് ആവശ്യമുള്ളപ്പോൾ അമ്മ ദുഷ്ടശക്തികളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. അത്രമാത്രം തൻ്റെ ഭക്തനിൽ ദേവി പ്രസാദപ്പെടുന്നതാണ്. പക്ഷേ ഭക്തൻ്റെ ആഗ്രഹം എപ്പോഴും സത്യസന്ധമായിരിക്കണമെന്ന് മാത്രം. അമ്മയെ കോപിഷ്ഠയാക്കി ദേഷ്യപ്പെടുന്ന രീതിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ എത്ര വലിയ ഭക്തനായാലും ശരി അമ്മ ശിക്ഷ കൊടുക്കുന്നതാണ്. ചൊവ്വാഴ്ച വരാഹിയമ്മയ്ക്ക് ചെയ്യാനുള്ള ഒരു മുഖ്യ വഴിപാടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാത്രി 7 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള സമയത്തോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. മുഖ്യമായിട്ടും വസ്തു സംബന്ധമായ പ്രശ്ന പരിഹാരത്തിനാണ് ഈ വഴിപാട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചൊവ്വാഴ്ച ചൊവ്വാഗ്രഹം ഭൂമിയുടെ അധിപതി എന്നറിയപ്പെടുന്നത്. അതിനാൽ പൊതുവെ നമ്മൾ ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വീട് സംബന്ധിച്ച പ്രശ്നങ്ങൾ, സ്വന്തം ഇടം വേണം, ഭൂമി വാങ്ങണം, അത് മാത്രമല്ല വീട് പാതി വഴിയിൽ ഇപ്പോൾ ഒരു നില കെട്ടി പിന്നെ മേലോട്ട് ബാക്കി കെട്ടാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. സ്വന്തമായി വീടുണ്ട് പക്ഷേ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭൂമി സംബന്ധപ്പെട്ട ഏത് പ്രശ്നമിരുന്നാലും ശരി ചൊവ്വാഴ്ച ആണ് അതിൻ്റെ പരിഹാരം നടത്തുന്നത്. ചൊവ്വാഴ്ച ഒരിക്കലും വെറുതെ വിട്ടുകളയരുത്. വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ച വഴിപാട് നടത്തിയാൽ അതിന് ഫലം കണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി സംബന്ധമായ പ്രശ്നം അമ്മ ശരിയാക്കി തരുന്നതാണ്. പെരുമാൾ വരാഹി അമ്മയെ വരാഹരൂപം എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് നോക്കിയാൽ, ഭൂമിപ്പന്ത് കാണാതെ പോയി ജലസമുദ്രത്തിൽ മുഴുകിയപ്പോൾ വരാഹരൂപം എടുത്ത് അത് കണ്ടുപിടിച്ച് മൂക്കിൽ ഭൂമിപ്പന്ത് വെച്ച് എടുത്തിട്ട് വന്നു. പന്തിയുടെ ഗുണമെന്നാൽ അതിൻ്റെ തല ഭൂമിയെ നോക്കിയിരിക്കും. വരാഹരൂപത്തിൽ വരാഹ പെരുമാളെ നോക്കിയാൽ ഭൂമിയെ മൂക്കിൽ വച്ച് മേലോട്ട് നോക്കിയിരിക്കുന്ന പൊസിഷനാണ്. അങ്ങനെ എടുത്തു വച്ചിട്ടാണ് വന്നത്. അതിനാലാണ് ഭൂമി സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നത്തിനും വരാഹരൂപം പൂണ്ട വിഷ്ണുവിനെയും വരാഹിയെയും പ്രാർത്ഥിക്കാം എന്ന് പറയപ്പെടുന്നത്. വരാഹി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്നാൽ ഭൂമിക്ക് അടിയിൽ വിളയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അമ്മയ്ക്ക് നിവേദ്യമായി വയ്ക്കേണ്ടതും അവയാണ്. മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനിക്കിഴങ്ങ്, ഇതെല്ലാം വരാഹിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് അവയും അതുപോലെ തന്നെ നിവേദ്യമായി വയ്ക്കാവുന്നതാണ്. ഈ വഴിപാട് ചെയ്യുന്നവർ ശുദ്ധമായി തല കുളിച്ച് നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഒരു ദീപം വച്ചിട്ടാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. ഈ ദീപം കത്തിക്കുന്നതിലൂടെ നിലം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കപ്പെടുന്നത്. ഏതൊരു പ്രതിസന്ധിയായാലും എത്ര പ്രശ്നത്തിലായാലും അത് നീങ്ങി, അത് കടമായാലും ശരി, അല്ല നമുക്കൊരാളോടുള്ള പ്രശ്നമായാലും ശരി, അസുഖമായാലും ശരി, എല്ലാം നീങ്ങുന്നതാണ്. ഇനി ഈ വഴിപാടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. കുങ്കുമദീപമാണ് കത്തിക്കുന്നത്. ഇത് വരാഹിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ദീപമാണ്. കുങ്കുമദീപവും കത്തിച്ച് അമ്മയുടെ ഒരു മന്ത്രവും ചൊല്ലുക. ഇത് ചൊവ്വ, പിന്നെ പഞ്ചമി നാളുകളിലും അമാവാസ്യ, പൗർണമി എന്നീ നാളുകളിലും ചെയ്യാവുന്നതാണ്. ഒന്നുമേ പ്രശ്നമില്ല. ഈ കുങ്കുമദീപം വച്ച് ഒരു പ്രാർത്ഥന വരാഹിയമ്മയ്ക്ക് തൊഴുത് പ്രാർത്ഥിച്ചാൽ അത് അമ്മ തീർച്ചയായും
നേടിത്തരുന്നതാണ്. നമുക്ക് നാം അമ്മയോട് എന്താണോ കേൾക്കുന്നത് അത് അമ്മ നിറവേറ്റി തരുന്നതാണ്. എന്നാൽ നമ്മുടെ ആവശ്യം നമ്മൾ അമ്മയോട് ആവശ്യപ്പെടുന്നത് ന്യായമായതായിരിക്കണം. നടക്കാൻ സാധ്യതയില്ലാത്ത ആവശ്യം നമ്മൾ അമ്മയോട് കേട്ട് അത് കിട്ടാതെ വരുമ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തരുത്. സാധ്യമായത് മാത്രം കേൾക്കുക. സാധ്യമായത് എന്ന് വെച്ചാൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അത് ന്യായമായ ഒരു ആവശ്യമാണ്. അത് മാത്രം അമ്മയോട് അപേക്ഷിക്കുക. സമയം അറിയാമല്ലോ, ഒന്നുകിൽ ബ്രഹ്മമുഹൂർത്ത സമയം രാവിലെ 3:30 മണിക്ക് മേലെ 5:30 മണി വരെയും, അത് കഴിഞ്ഞ് രാത്രി 7 മണി മുതൽ 12 മണി വരേക്കുള്ള സമയത്തിനാണ് ഈ വിളക്ക് കത്തിക്കേണ്ടത്. പൂജാമുറിയിൽ വെച്ച് തന്നെ കത്തിച്ചാൽ മതി. എങ്ങനെയാണ് ഈ ദീപം കത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക. അത് ബ്രാസ് പ്ലേറ്റ് ആവാം, സിൽവർ പ്ലേറ്റ് ആവാം, ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കുക. കൂടെ കുങ്കുമവും എടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ വരാഹി അമ്മയുടെ പടം അല്ലെങ്കിൽ ശില ഇരുന്നാലും ശരി ഇല്ലെങ്കിലും ശരി നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ പ്ലേറ്റിലേക്ക് ഈ കുങ്കുമം 5 ഇടത്തിൽ വയ്ക്കുക. ചുറ്റിച്ച് 5 ഇടത്തിൽ കുങ്കുമം വയ്ക്കുക. അതിന് മേലെയാണ് നമ്മൾ ദീപം വയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത്രയും വച്ചാൽ മതി. ചുറ്റി 5 ഇടത്തിൽ ദീപം. ചൊവ്വ ഭഗവാന് ഇഷ്ടമുള്ള നിറം ചുവപ്പ്. അതുപോലെ തന്നെ വരാഹി അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടത് ചുവപ്പ് നിറമാണ്. അതിനാൽ ഈ കുങ്കുമത്തെ വച്ച് ഇതിനു മേലെ ദീപം വയ്ക്കണം. എന്നിട്ട് ചുറ്റിലും ഏത് പൂവാണോ കിട്ടുന്നത് ആ പൂവ് വയ്ക്കുക. വെച്ചിട്ട് 5 മൺചിരാത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് തിരിയിടുക. ഞാനിവിടെ ഡെമോയ്ക്കായതുകൊണ്ട് പഴയ മൺചിരാതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പുതിയതെടുക്കുകയോ അല്ല നിങ്ങൾക്ക് വീട്ടിൽ വേറെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഏത് പൂവാണോ കിട്ടുന്നത് ആ പൂവ് ചുറ്റിലും വയ്ക്കണം. ചുവപ്പ് പൂവാണ് ഏറ്റവും നല്ലത്. ഈ ദീപം വച്ചാലേ നിങ്ങൾ വരാഹി അമ്മയിൽ മനസ്സോടെ ഉൾക്കൊള്ളുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലാകും. ഈ ദീപം വച്ച് വിളിച്ചാൽ മിന്നൽ വേഗത്തിലാണ് അമ്മ വരുന്നത്. വിളക്ക് കൊളുത്തി മനസ്സിൽ എന്താണോ ഉള്ളത് അത് പ്രാർത്ഥിക്കുക. മറക്കരുത്, വിളക്ക് എടുക്കുമ്പോൾ മഞ്ഞളും കുങ്കുമവും ചന്ദനവും വച്ച് പൊട്ടു തൊടണം. എന്നിട്ട് ദീപം തെളിയിക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ, അതായത് ഈ വഴിപാട് ചെയ്യുമ്പോൾ നിവേദ്യം വയ്ക്കണം അമ്മയ്ക്ക്. കുടിക്കാനും ഒന്ന്, കഴിക്കാനും ഒന്ന്. അത് പാനകമോ പാലോ മാതള അല്ലികളോ കിഴങ്ങോ എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അമ്മ തീർച്ചയായും നമ്മുടെ വീട്ടിൽ വരും. വേറെ ഒന്നുമില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് നല്ല ശുദ്ധജലം എങ്കിലും വയ്ക്കുക. അമ്മയെ പ്രാർത്ഥിക്കുക. പിന്നെ ഈ വിളക്ക് എന്ന് പറയുന്നത് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ദീപം എരിയണം. അമ്മയെ പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ചിട്ട് അമ്മയുടെ അതിശക്തിയാർന്ന മന്ത്രവും കൂടെ ചൊല്ലുക. അത് 48 തവണയോ 21 തവണയോ സമയമുള്ളതുപോലെ ചൊല്ലാവുന്നതാണ്. കുറഞ്ഞത് 7 തവണ ചൊല്ലണം. 7 ടൈംസ്. അതിൽ കുറഞ്ഞ് ചൊല്ലരുത്. 7 തവണയെങ്കിലും ചൊല്ലണം. എന്ത് വേണമെങ്കിലും അമ്മയോട് അപേക്ഷിക്കാം. അത് അമ്മ നടത്തി തരുന്നതാണ്. അമ്മയുടെ ആ മഹാമന്ത്രം ഇതാണ്: ഓം വാം വാരാഹി നമഃ. ഓം വ്രൂം ശ്യാം വാരാഹി കന്യകായൈ നമഃ. ഓം വാം വാരാഹി നമഃ. ഓം വ്രൂം ശ്യാം വാരാഹി കന്യകായൈ നമഃ. ഓം വാം വാരാഹി നമഃ. ഓം വ്രൂം ശ്യാം വാരാഹി കന്യകായൈ നമഃ. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ദീപം എരിയണം. എന്ത് വേണമെങ്കിലും അമ്മയോട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ദീപം എരിഞ്ഞതിന് ശേഷം ദീപത്തിൻ്റെ അടിയിലെ കുങ്കുമം
നെറ്റിയിലും നെറുകയിലും താലിയിലും ഇടാൻ എടുത്തു വയ്ക്കാം. എണ്ണ ഇരുന്നാലും കുഴപ്പമില്ല. ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പകർന്ന് എടുത്ത് മാറ്റിയിട്ട് ദിവസവും അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ ദേവി നമ്മളിൽ പ്രസാദിച്ച് നമ്മുടെ വസ്തു സംബന്ധമായ പ്രശ്നങ്ങളും നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് എല്ലാം നേടിത്തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.